എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥിനികളെയും ഇന്നത്തെ സാമ്പത്തിക ശാസ്ത്ര ക്ലാസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് സ്കൂളിൽ പോയിരുന്ന് പഠിക്കുക എന്ന് പറയുന്ന ഒരു സ്വപ്നം അല്ലേ, അത് സാധ്യമാകില്ല എന്നതാണ് മിക്കവാറും ഇപ്രാവശ്യം പറയുന്നത്. എങ്കിലും നമുക്ക് വീടുകളിൽ സേഫായിട്ട് തന്നെ ഇരുന്ന് എന്ത് ചെയ്യാം, പാഠഭാഗങ്ങൾ പഠിച്ചു തീർക്കാം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് ഇൻഡിഫറൻസ് കർവ് എന്ന ഒരു ആശയത്തെക്കുറിച്ചിട്ടാണ്. ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് അതിൻ്റെ മലയാളം നിസ്സംഗത വക്രം എന്നതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ നിസ്സംഗത വക്രം, അല്ലെങ്കിൽ എന്തിനെയാണ് നിസ്സംഗത വക്രം എന്ന് നമ്മൾ സാധാരണ വിശേഷിപ്പിക്കുന്നത്? അപ്പോൾ നമ്മൾ എല്ലാവരും കൺസ്യൂമേഴ്സ് ആണെന്നും ധാരാളം സാധനങ്ങളും സേവനങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നു എന്നും ഞാൻ ആദ്യമേ തന്നെ നിങ്ങളോട് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ഒരു കൺസ്യൂമർ നിസ്സംഗനായിരിക്കുന്ന അവസ്ഥ നമുക്ക് ചിത്രത്തിൻ്റെ സഹായത്തോടെ വ്യക്തമാക്കാനായിട്ട് സാധിക്കുന്നത്? ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നൽകുന്ന പണം അതിനേക്കാൾ കൂടുതലായി സാധനങ്ങളോ സേവനങ്ങളോ ലഭിക്കുകയാണെങ്കിലാണ് അയാളെ സംബന്ധിച്ചിടത്തോളം ആ സാധനങ്ങളോ സേവനങ്ങളോ അദ്ദേഹം കൂടുതൽ പ്രിഫറൻസ് കൊടുക്കും എന്നതാണ് പ്രധാനമായിട്ടുള്ള ആശയം. സോ നമുക്ക് ഇൻഡിഫറൻസ് കർവിനെ ഒരു ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ, ആൻ ഇൻഡിഫറൻസ് കർവ് joins all points representing bundles which are considered indifferent by the consumer. അതായത് ഒരു കൺസ്യൂമർ എന്ന് പറയുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു വ്യക്തി, അദ്ദേഹം ഇൻഡിഫറൻ്റ് ആയിരിക്കുന്ന ബണ്ടിലുകൾ എല്ലാത്തിനെയും നമ്മൾ ചേർത്ത് വരയ്ക്കുന്ന, ജോയിൻ ചെയ്യുന്ന ഒരു കർവാണ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പ്രിഫറൻസസ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ചിത്രത്തിൻ്റെ സഹായത്തോടെ നമുക്ക് വ്യക്തത കൊണ്ടുവരാം എന്ന് തന്നെയാണ് പ്രധാനമായിട്ടും സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എന്താണ് ഇൻഡിഫറൻസ് കർവ് എന്നത് ഡയഗ്രത്തിലൂടെ പറഞ്ഞു തരാനായിട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ നമുക്ക് ഇൻഡിഫറൻസ് കർവ് ഒന്ന് വരച്ചു നോക്കാം അല്ലേ. നിസ്സംഗത വക്രം എങ്ങനെ ആയിരിക്കും എന്നത് നമുക്ക് ചിത്രത്തിന്റെ സഹായത്തോടെ എന്ത് ചെയ്യാം, വ്യക്തമാക്കാം. ഇനി കുറച്ചുകൂടെ അതിനു മുന്നേ കുറച്ചുകൂടെ നമുക്കൊരു മീനിങ് അല്ലെ, എപ്പോഴും നമുക്ക് എന്ത് പഠിച്ചാലും ഇതിന്റെ അർത്ഥം ആണ് അറിയേണ്ടത്. ഞാൻ വളരെ എളുപ്പം എഴുതിത്തരാം. കോമ്പിനേഷൻസ് ഓഫ് ടു ഗുഡ്സ് which give the consumer equal അല്ലെങ്കിൽ same level of satisfaction. അപ്പോൾ നമ്മൾ നിസ്സംഗത വക്രം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഈ ഒരു കാര്യത്തിനെയാണ് നിസ്സംഗത വക്രം എന്ന് പറയുന്നത്. അതായത് കോമ്പിനേഷൻസ് ഓഫ് ടു ഗുഡ്സ് വിച്ച് ഗീവ് ദ കൺസ്യൂമർ ഈക്വൽ, തുല്യമോ അല്ലെങ്കിൽ ഒരുപോലെയുള്ള അളവിലുള്ള സംതൃപ്തി നൽകുന്ന രണ്ട് സാധനങ്ങളുടെ കോമ്പിനേഷൻസിനെ പറയുന്ന പേരാണ് നിസ്സംഗത വക്രം. ഇനി നമുക്ക് ഇതിനെ ചിത്രത്തിലൂടെ വ്യക്തമാക്കാം. അപ്പോൾ ഇവിടെയും നമുക്ക് എക്സ് വൈ ആക്സിസിൽ റെപ്രസെന്റ് ചെയ്യുന്നത്, ഇതൊരു 2 ഡയമെൻഷണൽ ഡയഗ്രാം ആണ്. ഇതൊരു ഗുഡ് 1 ആണ് എക്സ് അക്ഷം. ഇവിടെ വൈ ഗുഡ് 2 ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇവിടുത്തെ നിസ്സംഗത വക്രം എന്ന് പറയുന്നത് സ്റ്റാർട്ട് ഫ്രം ഹിയർ ആൻഡ് എൻഡ്സ് ലൈക്ക് ദിസ്. This is known as IC, indifference curve. Indifference curve നമ്മൾ വളരെ ഷോർട്ടാക്കി എഴുതുന്നതാണ് എന്ന് പറയുന്നത് IC. IC means indifference curve. So look at the picture.
X-axis shows good 1 and Y-axis shows good 2. And IC is a downward sloping curve. Why it is downward sloping curve means here arise a topic, a particular term, that is MRS. അതായത് നമ്മൾ എല്ലാ ഡയഗ്രത്തിലും കാണുന്നത് പോലെ ഈ ഒരു ഇൻഡിഫറൻസ് കർവിനും ഇവിടെ ഒരു പർട്ടിക്കുലർ ചരിവ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, അല്ലെ? ഒരു ചരിവ് അവിടെ ഉണ്ട്. അപ്പൊ ഈ ചരിവിനെ നമ്മൾ വിളിക്കുന്ന പേര് എന്ന് പറയുന്നത് MRS എന്നാണ്. അതായത് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നത് തന്നെയാണ്. അതിന് കാരണം ഞാൻ വ്യക്തമാക്കാം. നമുക്കിവിടെ ഈ പോയിന്റിൽ നിന്ന് ഓരോന്ന് താഴോട്ട് വരുന്തോറും നമ്മൾ എന്ത് ചെയ്യണം? ഗുഡ് 2 എന്ന് പറയുന്നതിനെ നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് ഗുഡ് 1 ആണ് എന്ത് ചെയ്യുന്നത്? നേടിക്കൊണ്ടിരിക്കുന്നത്, അല്ലെ? മിക്കവാറും എല്ലാ ഡയഗ്രത്തിലും നമ്മൾ ഇങ്ങനെ തന്നെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടുന്ന് ഓരോ പോയിന്റ് കഴിയും തോറും ഇങ്ങോട്ട് താഴോട്ട് വരുന്തോറും ഗുഡ് 2 ഈസ് സബ്സ്റ്റിറ്റ്യൂട്ടിങ് എന്തിനു വേണ്ടി? ഫോർ ഗെയിനിങ് ഗുഡ് 1. ഗുഡ് 1 നേടുന്നതിന് വേണ്ടി ഗുഡ് 2 എന്ത് ചെയ്യുന്നു? നമ്മൾ വേണ്ട എന്ന് വയ്ക്കുന്നു, അല്ലെ? അതിന് പകരം അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എന്നിട്ട് ഗുഡ് 1 കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നു? നേടുന്നു. അതാണ് നമ്മളിവിടെ സംഭവിക്കുന്നത്. പക്ഷേ ഇവിടെ ഞാൻ ഈ പറഞ്ഞ സെന്റൻസിൽ ഏത് പോയിന്റുകൾ എടുത്താലും ഇവിടെ there are too many points on the indifference curve. ഇൻഡിഫറൻസ് കർവിലുള്ള പോയിന്റ്സ്, ഈ എല്ലാ പോയിന്റ്സും എടുത്താലും which give equal and same level of satisfaction. അപ്പോ അതാണ് നിസ്സംഗത വക്രത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത. അപ്പൊ നിങ്ങൾ ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷന് നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് കോൺവെക്സ് പ്രിഫറൻസസ് എന്നാണ് പറയുന്നത്. എന്ന് പറയുമ്പോൾ നമ്മൾ ഗുഡ് 2വിനെ എന്ത് ചെയ്യുന്നു? ഗീവ് അപ്പ് ചെയ്തിട്ട് അഡീഷണൽ യൂണിറ്റ് ഓഫ് ഗുഡ് 1 എന്ത് ചെയ്യുന്നു? നമ്മൾ പർച്ചേസ് ചെയ്യുന്നു, അല്ലെ? അവിടെ അത് വ്യക്തമാണ്. ദ കൺസ്യൂമേഴ്സ് വില്ലിംഗ്നെസ് ടു പേ ഫോർ ഗുഡ് 1 ഇൻ ടേംസ് ഓഫ് ഗുഡ് 2 would go on declining as she has more and more of good 1. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺസ്യൂമേഴ്സിന്റെ ആ ഒരു സന്നദ്ധത, എന്ത് നേടാനുള്ള സന്നദ്ധത? ഒന്നാമത്തെ സാധനം നേടാനുള്ള അദ്ദേഹത്തിന്റെ സന്നദ്ധത എന്ത് ചെയ്യുന്നു? കൂടുന്തോറും ഗുഡ് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന്റെ അളവ് എന്ത് ചെയ്യുന്നു? കുറഞ്ഞു വരുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് മനസ്സിലാവും. ഇപ്പൊ ഞാൻ ഇതിനെ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. ഇനി ഇതിന്റെ ഒരു ഫീച്ചേഴ്സ് കൂടെ നമുക്ക് ഒന്ന് മനസ്സിലാക്കിയിട്ട് ഈ ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്ന ടോപ്പിക്ക് നമുക്കൊന്ന് നിർത്താം. അത് കഴിഞ്ഞിട്ട് അതിന്റെ തന്നെ ഒരു എക്സ്റ്റൻഷൻ തന്നെയാണ്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ ഈ MRS എന്ന് പറയുന്നത് നിങ്ങൾ ഓർത്ത് വച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്? MRS ആണ്. അപ്പൊ ഇവിടെ നിങ്ങൾ ദ പോയിന്റ്സ് ടു റിമെമ്പർ, നിങ്ങൾ ഓർത്ത് വച്ചിരിക്കേണ്ട പോയിന്റ്സ് ആണ് ഞാൻ ഇവിടെ എഴുതുന്നത്. പോയിന്റ്സ് ടു റിമെമ്പർ. എന്തൊക്കെ പോയിന്റ്സ് നിങ്ങൾ എന്ത് ചെയ്യണം? ഓർത്ത് വച്ചിരിക്കണം എന്നാണ് ഞാനിവിടെ പറയുന്നത്. So, first one, IC is a downward curve, downward sloping curve. First topic, first features ആണ്. Points to remember എന്ന് പറഞ്ഞാലും ഇതിനെ നമുക്ക് എന്ത് പറയാം? Features എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. Features of indifference curve. And the second one is indifference curve is a convex shape. Indifference curve has a convex shape. Okay. And the third one is its slope is MRS. ഇതിന്റെ സ്ലോപ്പ്, ഇതിന്റെ ചരിവ് എന്ന് പറയുന്നത് എന്താണ്?
മാർജിനൽ റേറ്റ് ഓഫ്. ഓക്കെ, അപ്പോൾ നമുക്ക് നാലാമത്തെ പോയിന്റ് വരുന്നത് എന്താണ്? ഇറ്റ് നെവർ ടച്ചസ് ബോത്ത് ആക്സിസ്. ഇതൊരിക്കലും രണ്ട് അക്ഷങ്ങളെയും എന്ത് ചെയ്തില്ല, ഇതൊരിക്കലും സംഗമിക്കില്ല എന്നാണ്. എന്ന് പറയുമ്പോൾ ഒരിക്കലും ഇൻഡിഫറൻസ് കർവ് ഈ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ വന്ന് ടച്ച് ചെയ്യില്ല എന്നർത്ഥം. ഇൻഡിഫറൻസ് കർവ് എപ്പോഴും എന്ത് ചെയ്യും? ഇതേപോലെ തന്നെയായിരിക്കും എന്നതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി അഞ്ചാമത്തെ പോയിന്റ് എന്താണ്? ഇതൊരിക്കലും കോ ഇൻസൈഡ് ചെയ്യില്ല എന്നാണ് പറയുന്നത്. ഇൻഡിഫറൻസ് കർവ് എന്ന് വെച്ചാൽ രണ്ട് ഇൻഡിഫറൻസ് കർവുകൾ തമ്മിൽ ഒരിക്കലും കൂട്ടിമുട്ടില്ല എന്നതാണ് അടുത്തൊരു കോൺസെപ്റ്റ്. അതായത് ലാസ്റ്റ് വൺ ഈസ് ഇൻഡിഫറൻസ് കർവ് ഈസ് നെഗറ്റീവ്. ഇൻഡിഫറൻസ് കർവ് ഒരു നെഗറ്റീവ് ഇതാണ് കാണിക്കുന്നത്. അപ്പോ ഇതില് ഒരു കാര്യം കൂടെ നിങ്ങൾ വ്യക്തത മനസ്സിലാക്കേണ്ടത്, ഇത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ +2 നിങ്ങൾക്ക് ഇത് വേണം. അതുപോലെ തന്നെ ഡിഗ്രിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ആ ഒരു ഡൗട്ട് കൂടെ ക്ലിയർ ചെയ്തതിന് ശേഷം ഞാനത് സ്റ്റോപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഡൗട്ട് കാണും, ഈ ഒരു കോൺവെക്സ് ആകൃതിക്ക് കാരണം എന്താണ് എന്നുള്ള കാര്യമാണ്. അതിനുള്ള റീസൺ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. നോക്കിയേ, ആസ് ദ എമൗണ്ട് ഓഫ് ഗുഡ് വൺ ഇൻക്രീസസ്. ഞാൻ പറഞ്ഞു ഇവിടെ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നതോറും ദ എമൗണ്ട് ഓഫ് ഗുഡ് വൺ ഈസ് ഇൻക്രീസിങ്. The rate of substitution between good 2 and good 1 diminishes. എന്ന് പറയുമ്പോൾ നമുക്ക് good 1-ന് പകരം വയ്ക്കുന്ന good 2-ന്റെ ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷന്റെ നിരക്ക് എന്ത് ചെയ്യുന്നു? അത് കുറയുന്നു എന്നാണ് പറയുന്നത്. സാധാരണ നമുക്കറിയാം, ചിലപ്പോൾ ഇപ്പൊ PPCയിലൊക്കെ നമ്മൾ എന്താ സാധാരണ കാണുന്നത്? PPC നമ്മൾ കാണുന്നത് good 2 അല്ലെ, കൂടുതൽ ത്യജിച്ചാൽ മാത്രമേ good 1 നമുക്ക് നേടാനായിട്ട് പറ്റത്തുള്ളൂ. പക്ഷെ ഇതിൽ അങ്ങനെയല്ല, ഇതിൽ നേരെ തിരിച്ചാണ്. അപ്പൊ ആ ഒരു ഫീച്ചർ കൊണ്ടാണ് ഇതിന്റെ ആകൃതി എപ്പോഴും എന്ത് ചെയ്യുന്നത്? കോൺവെക്സ് ആകൃതിയിൽ ഇരിക്കുന്നത്. അപ്പോ ഞാൻ പറഞ്ഞ പോലെ ഇതെല്ലാം പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. പക്ഷെ ഞാൻ സമയമെടുത്ത് അത് തീർക്കുന്നതിന് കാരണം നിങ്ങൾ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഞാൻ ഈ ഇൻഡിഫറൻസ് കർവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം മിക്കവാറും ഇങ്ങനെ ചെറിയ ചെറിയ ടോപ്പിക്കുകളായിട്ടാണ് ഇടാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധിക്കുന്ന എല്ലാവരും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവരങ്ങനെ വീട്ടിലിരുന്ന് നല്ല കുട്ടികളായിട്ട് എന്ത് ചെയ്യട്ടെ, പഠിക്കട്ടെ. അപ്പോൾ തുടർന്നുള്ള വീഡിയോകൾക്കായി കാത്തിരിക്കുക. താങ്ക് യു.